ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഗൈസ് വന്നിട്ടുള്ളത്. അപ്പം നാളെ ചുൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ അതിന് വേണ്ടി ഇന്ന് തന്നെ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നല്ല, രാത്രി ഒരു 12 മണി 12 എത്തും തോന്നില്ല. നമ്മളെന്തായാലും കുറച്ച് നേരത്തെ തന്നെ ഇവിടുന്ന് ഇറങ്ങും. പണിയുള്ളടത്താണ് കേട്ടോ ഉള്ളത്. അപ്പം ഉമ്മ കേറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഉമ്മക്ക് ഇന്ന് നാളെയൊക്കെ പണിയാണ്. അപ്പം ഇച്ചും പോയിട്ടുണ്ട്. അൽറൂബി കാറ്ററിംഗ് എന്നാണ് കേട്ടോ അവരുടെ കാറ്ററിങ്ങിൻ്റെ പേര്. അപ്പം ഉമ്മാൻ്റെ അടുത്താണ് ഇച്ചുള്ളത്. അപ്പം നമുക്ക് നാളെ കൊടുക്കാൻ പറ്റത്തില്ല ഗൈസ്, കാരണം നാളെ ഇച്ചുവിന് പണിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് തന്നെ കൊടുക്കാമെന്ന്. കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യും, പക്ഷേ ഫ്ലോപ്പായി പോകും, അത് പതിവാണ്. അപ്പോൾ എന്തായാലും ഞാനിനി അങ്ങോട്ട് പോയിട്ട് കൊടുക്കുന്നൊന്നും എന്തായാലും വിചാരിക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ പോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാ നമ്മുടെ മറിയൂസ് ഉറങ്ങിയിട്ടൊന്നും, ഇങ്ങോട്ട് വാ. മറിയൂസ് ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. അവളിതാ, എന്താ മറിയൂ? ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റായിട്ട് ഞാനൊരു ഷൂസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ഇതാ മറിയൂസിനെ ഞാൻ ഉറക്കിയിട്ടില്ല കേട്ടോ. അവൾ ഉറക്ക് കുത്തി കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉറങ്ങിയില്ല അല്ലേ മറിയൂ? ഇപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ പോവല്ലേ? ഓക്കെ, വരൂ ഗായ്സ്, പറ. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണൊക്കെ നോക്കാം ഗൈസ്. എനിക്കറിയത്തില്ല സർപ്രൈസ് ആവും എന്നുള്ള വിശ്വാസത്തിലാണ് പോണത്. കാരണം ഇതുവരെ ഞാൻ ഒരുപാട് ഇതിന് മുമ്പ് കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഫുള്ള് പ്ലാൻ ചെയ്ത് ഫുള്ളെല്ലാം സെറ്റാക്കും, പക്ഷെ എല്ലാം ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി പ്ലാൻഡാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും പോവാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോവാണ്. അപ്പം നമ്മുടെ കേക്ക് ഗിഫ്റ്റൊക്കെ കാണിച്ച് തരാം. ായിട്ടുള്ള ഷൂ എന്ന് പറയണത്. അപ്പം ഞങ്ങളിത് ഇതിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക്. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ലൊക്കേഷൻ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 20 മിനിറ്റ് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ എന്തായാലും ഫാസ്റ്റാക്കുന്നുണ്ട്, കാരണം അവിടെ പണി കഴിയാനാണ്. അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അറിയാം എവിടെ പോന്നാ? അപ്പോൾ ഇതാ ഫൈനലി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഇതാ ഗൈസ് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ വീഡിയോ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല, കാരണം എല്ലാവരും പണീൻ്റെ വേഷത്തിലൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ളതിൽ. അപ്പോൾ നമ്മളിതാ പോയവാടെ ഉമ്മൻ്റെ ഇവിടെ ഇരുന്നിക്കുക. അപ്പം ഉമ്മാനെ കണ്ടു. അപ്പം ഇച്ചു വണ്ടിയിൽ ഉറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. സംഭവം ഇവരെ പണി കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി, പക്ഷെ ഞാൻ വരുന്നതുകൊണ്ട് ചേച്ചി ഇവരെ വെയിറ്റ് ചെയ്ത് നിൽപ്പിച്ചതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പോവുക, കുറച്ചുകൂടി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽപ്പിച്ചതാണ്. അപ്പോൾ ഇതാ ഇച്ചു എന്തായാലും വണ്ടിയിൽ ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഇച്ചുൻ്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇതാൾ നല്ല ഉറക്കമാണ്, എണീറ്റ് മാറി കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എന്തായാലും സർപ്രൈസ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്തായാലും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെന്തായാലും ഇവിടെ വരുന്ന ഇച്ചൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഗൈസ് ഞങ്ങൾ. അപ്പം ഇതാ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആൾ ആ ഒരു ഉറക്കത്തിൻ്റെ കണ്ണിൽ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ നോക്കാൻ പറഞ്ഞ് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉറക്കത്തിൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല ഗൈസ്. ഇപ്പോൾ ഉറക്കത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. എന്നാലും നമ്മുടെ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കണുണ്ട്. അപ്പോൾ ഇച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തുന്നു. കാരണം വീട്ടിലുണ്ടാവുമെന്ന് വേണേൽ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഇവിടം വരെ വരുന്നു ഒട്ടും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇതാ നമ്മൾ നേരെ ഇച്ചുനെയും കൂട്ടി ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മാനെ കണ്ടിട്ടുണ്ട്. ഉമ്മയും സർപ്രൈസ് ആയിട്ടുണ്ട് ഗൈസ്. ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഉമ്മ പറഞ്ഞാൽ എന്തായാലും ഉമ്മാൻ്റെ ഇതിൽ ഇച്ചിരി മനസ്സിലാവും, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ ചേച്ചിനെ വിളിച്ചെല്ലാം സെറ്റാക്കിയതാണ് കേട്ടോ. ചേച്ചിയാണ് എനിക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നത്. പിന്നെ ഇവരെ പണി കഴിഞ്ഞിട്ടുണ്ട്.
പെട്ടെന്ന് വന്നോന്ന കേസിയാണോ പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ പിന്നെ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് ഗായ്സ്. അപ്പം ഇതോട് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോകണം, ബിക്കോസ് നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരൊക്കെ നല്ല പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് എല്ലാവരും വരുന്നത്. ഞാൻ വിളിച്ച് കേക്ക് മുറിക്കാലോ എന്ന് പറഞ്ഞ് വിളിച്ച് വരികയാണ് എല്ലാവരും. കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോകാനുള്ളതിൽ നിൽക്കുകയാണ്. അപ്പം എന്തായാലും സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. ആള് ഒട്ടും പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ ഒരു സർപ്രൈസ്. എന്നോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. വീട്ടിലെന്തെങ്കിലും ഉണ്ടാവുന്ന ആളെന്തായാലും കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ വരെ എത്തിക്കൊടുക്കുന്നൊന്നും ഒട്ടും വിചാരിച്ചിട്ടില്ലല്ലോ. കൊച്ചു മാത്രമല്ല ഉമ്മയും അവിടെയുള്ള എല്ലാവരും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ. വരുന്ന ആരും വിചാരിക്കുന്നില്ലല്ലോ. ഇതുവരെ ഇങ്ങനെ പണികളടുത്തേക്കൊന്നും അങ്ങനെ പോവാറില്ല. അതുകൊണ്ട് എല്ലാവരും സർപ്രൈസ് ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിങ്ങനെ സർപ്രൈസ് കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന പരിപാടിയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. എന്തായാലും എല്ലാം നല്ലോണം തന്നെ കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവരും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവർ കുറച്ച് നേരമായി കഴിഞ്ഞിട്ട് ചേച്ചി നമ്മൾ വരാൻ വേണ്ടി അവരെ പിടിച്ച് നിർത്തുന്നതിനു. അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോവാണ്. ഇവർക്ക് നാളെ രാവിലെയും പണിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.